ഹായ്, ഇന്നത്തെ ഒരു കഥ എന്ന് പറയുന്നത് എന്റെ പിറന്നാൾ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ആണോ? അല്ല, കഥയ്ക്കൊരു പൂർണ്ണതയില്ല. ടുഡേ ഈസ് നോട്ട് ജസ്റ്റ് മൈ ബർത്ത്ഡേ, എന്റെ ഉമ്മച്ചീന്റെ ബർത്ത്ഡേ കൂടി ആട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസം ആട്ടോ, April 24th. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും പിറന്നാൾ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ. പിറന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീക്കുമ്പോ തന്നെ എന്തോ ഒരു പ്രത്യേക ഒരു എനർജി ഒക്കെ ഉണ്ടായിരുന്നു. നത്തിങ് ടു ഗ്രാൻഡ്. എന്റെ ആ ഒരു ദിവസം സമാധാനപരമായിട്ട് അങ്ങോട്ട് ആസ്വദിക്കാം, അത്ര മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ബർത്ത്ഡേക്ക് ആണെങ്കിലും ഫസ്റ്റ് പല്ലു തേക്കണം, അങ്ങനെ ബ്രഷ് ഒക്കെ ചെയ്ത് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാം. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമാണോ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ അല്ല, സാധാരണ ദിവസം പോലെ തന്നെ, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് സ്പെഷ്യൽ ആക്കാം. സുന്ദരിയായില്ലേ? അപ്പൊ ഫ്രഷ് ആയി ഇനി പ്രഭാത ഭക്ഷണത്തിലോട്ട് ഇങ്ങോട്ട് കിടക്കാൻ. ടുഡേസ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് അപ്പം, പൊറോട്ട, കിഴങ്ങ് കറി. ബർത്ത്ഡേ കലോറീസ് ഡോണ്ട് കൗണ്ട് ടുഡേ. ഓക്കെ, വാട്ടർമെലൺ ജ്യൂസ്, ഡോണറ്റ് ആൻഡ് മാംഗോ ജ്യൂസ്. ഇത്രയും ഒരേ സമയമല്ല കേട്ടോ കഴിച്ചേ, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടൊക്കെ ആട്ടോ കഴിച്ചേ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് കടയിൽ വരെ പോയിട്ടോ. പിന്നെ ഒരു ക്ഷീണത്തിൽ തിരിച്ചു വന്നപ്പോൾ ഒരു ക്യാരറ്റ് ജ്യൂസ്. അല്ല, ഇപ്പൊ ഫുഡ് എൻജോയ് ചെയ്യണം, ബിക്കോസ് ദിസ് മൈ ഡേ. ഇതുവേ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് മന്തി വെക്കാനായിട്ടാണ് പ്ലാൻ. ഇപ്പം മന്തി വന്നതിന് ശേഷം ബിരിയാണി കഴിക്കല് ഭയങ്കര കുറവാട്ടോ. എന്ന് വെച്ചിട്ട് ബിരിയാണി നമ്മൾ പുറന്തള്ളിയിട്ടൊന്നുമില്ല. മന്തി കഴിക്കാനാണ് പൂതിയെങ്കിൽ ബിരിയാണി ഉണ്ടാക്കും. സോറി, മന്തി കഴിക്കാനാണ് പൂതിയെങ്കിൽ മന്തി ഉണ്ടാക്കും. ഇനിയല്ല, ബിരിയാണി കഴിക്കാനാണ് പൂതിയെങ്കിൽ ബിരിയാണി ഉണ്ടാക്കും. ഇത് ഇങ്ങോട്ട് മാറി കളിക്കുന്ന ഒരു സംഭവമാണ്. മൂഡ്സ് ബിരിയാണി പഴയ ബിരിയാണി തന്നെ, മന്തി പഴയ മന്തി തന്നെയാണ്. നമുക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്, നമുക്ക് വേർതിരിവൊന്നുമില്ല. രണ്ടും കിട്ടിയ അങ്ങിട്ട് കഴിക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. എന്റെ ഇതാണ് എന്റെ ഏറ്റവും ചെറിയ അനിയൻ. കുരുപ്പ് ഭയങ്കര സാധനട്ടാ, എന്നെ അങ്ങോട്ട് തീരെ പിടിക്കില്ല. പക്ഷെ ഞാനാണ് അവന്റെ ഒരേ ഒരു സ്നേഹമുള്ള ഒരിത്ത. പിണക്കുള്ളടത്ത് സ്നേഹമുള്ളൂ എന്നൊക്കെ പറയൂലേ, അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരിത്. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് മന്തിയൊക്കെ റെഡി ആയിട്ടോ. ഇതെന്താണെന്നറിയോ, ചൂട് സഹിക്കാൻ വയ്യാനായിട്ട് തണുത്ത വെള്ളം എടുത്ത് തലേ കൂടി കമിഴ്ത്താണ്. തലേ ചൂട് കോഴി നിർത്തിപ്പൊഴിക്കണ പോലെ അങ്ങ് നിർത്തിപ്പൊഴിക്കാൻ. മന്തി കുറച്ച് നേരം പുകച്ചെടുത്തതിന് ശേഷം മൂടിയൊക്കെ തുറന്ന് ചിക്കൻ വേറെ പാർട്ട്, റൈസ് വേറെ പാർട്ടാക്കി വെക്കാം. ഇതിപ്പോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോ എന്റെ നാവ് ഇങ്ങനെ വെള്ളം ഇറങ്ങാം. മന്തി വെക്കാൻ ഒരു കില്ലാടി തന്നെ. മാഷാഅല്ലാഹ്, ഈ മന്തിക്ക് വേണ്ടിയിട്ട് മയോണൈസ് അടിച്ചതും സലാഡ് ഉണ്ടാക്കിയൊക്കെ ഞാനാട്ടോ. എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഇത് ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞല്ലോ കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഇത് ഇത്ര ഇങ്ങനെ ആഘോഷാക്കിയത് എൻ്റെ ഉമ്മീൻ്റെ കൊച്ചാപ്പാട്ടോ. അതായത് എൻ്റെ ഉപ്പ നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് മേടിച്ചു തരണം എന്ന് ആൾക്കറിയില്ല, അത്രയ്ക്ക് കാര്യമായിട്ടോ നമ്മളൊക്കെ. ഞാൻ ചെന്നിന്ന് ഇത്ര ദിവസം എന്നെ കൊണ്ട് പുറത്തു പോലെ ഉണ്ട് കേട്ടോ. എന്റെ വണ്ടി ഓടിക്കാനും പഠിപ്പിച്ചു കേട്ടോ. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. പിന്നെ വൈകിട്ടായപ്പം പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സംടൈംസ് ഹാപ്പിനെസ് ഡസന്റ് നീഡ് ബിഗ് പ്ലാൻ. വീട്ടിലിരുന്ന് ഫാമിലിക്കൊപ്പം ചില്ല് ചെയ്യുന്നതും ഇനഫ്. ഓവറോൾ ദിസ് ബർത്ത്ഡേ വാസ് റിയലി സ്പെഷ്യൽ ടു മീ. താങ്ക്സ് ഫോർ ബീങ് പാർട്ട് ഓഫ് മൈ ലിറ്റിൽ വ്ളോഗ്. എന്തായാലും നാളെ കാണാട്ടോ.